പശ്ചിമേഷ്യയിലെ സൈനിക സംഘർഷങ്ങൾ ആഗോളതലത്തിൽ പുതിയ അസ്വസ്ഥതകൾ വിതയ്ക്കുന്നതിനിടെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിനെതിരെ യൂറോപ്പിൽ പ്രതിഷേധം പുകയുന്നു. ബൾഗേറിയയിലെ യാംബോൾ നഗരത്തിൽ വ്യാഴാഴ്ച ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങി അമേരിക്കൻ വ്യോമസേനാ വിമാനങ്ങൾക്കും സൈനികർക്കുമെതിരെ ശക്തമായ പ്രതിഷേധ പ്രകടനം നടത്തിയത്. യാംബോളിന് സമീപമുള്ള ബെസ്മർ എയർബേസിൽ അമേരിക്കയുടെ ഇന്ധനം നിറയ്ക്കുന്ന അത്യാധുനിക എയറിയൽ റിഫ്യൂലിംഗ് വിമാനങ്ങളും സൈനിക ജീവനക്കാരെയും താൽക്കാലികമായി വിന്യസിക്കാനുള്ള ഭരണകൂടത്തിന്റെ തീരുമാനമായാണ് പ്രദേശവാസികളെയും രാഷ്ട്രീയ പ്രവർത്തകരെയും തെരുവിലിറക്കാൻ പ്രേരിപ്പിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ സൈനിക നീക്കം തങ്ങളുടെ സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിക്കുന്നുണ്ട്. നഗരമധ്യത്തിൽ തടിച്ചുകൂടിയ പ്രതിഷേധക്കാർ ബൾഗേറിയൻ ദേശീയ പതാകകളും പൂർവ്വ സോവിയറ്റ് യൂണിയന്റെ പതാകകളും ഉയർത്തിപ്പിടിച്ചാണ് റാലി നടത്തിയത്. അമേരിക്കൻ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കിയ പ്രതിഷേധക്കാർ പ്രകടനത്തിലുടനീളം കളർ ഫ്ലെയറുകൾ കത്തിച്ച് തങ്ങളുടെ കടുത്ത അമർഷം രേഖപ്പെടുത്തി. സൈനിക വിമാനങ്ങൾ പുറത്തു പോകുക, അമേരിക്ക പുറത്തു പോവുക, യാങ്കി ഗോ ഹോം തുടങ്ങി അമേരിക്കൻ സൈനിക അധിനിവേശത്തിനെതിരെയുള്ള ശക്തമായ സന്ദേശങ്ങൾ അടങ്ങിയ ബാനറുകളും പ്ലക്കാർഡുകളും ഏന്തിയായിരുന്നു റാലി. ബെസ്മർ വ്യോമത്താവളം അമേരിക്കൻ സൈനിക ആവശ്യങ്ങൾക്കായി വിട്ടു നൽകുന്നത് തങ്ങളുടെ രാജ്യത്തെ യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷങ്ങൾ അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബൾഗേറിയൻ മണ്ണിലുള്ള ഏതൊരു സൈനിക നീക്കവും തങ്ങളെ ഇറാന്റെയോ മറ്റ് ശത്രുക്കളുടെയോ നേരിട്ടുള്ള ലക്ഷ്യസ്ഥാനമാക്കി മാറ്റുമെന്നാണ് പ്രദേശവാസികളുടെയും വിമർശകരുടെയും പ്രധാന ആശങ്ക. തങ്ങളുടെ പ്രദേശം സുരക്ഷിതമായി തുടരണമെങ്കിൽ അമേരിക്കൻ സൈനിക വിമാനങ്ങളെ ഉടനടി തിരികെ അയക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. പ്രാദേശിക സമൂഹങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബൾഗേറിയൻ സർക്കാർ ഈ തീരുമാനത്തിൽ നിന്ന് എത്രയും വേഗം പിന്മാറണമെന്നും അവർ രാജ്യത്തെ ഭരണാധികാരികളോട് ആവശ്യപ്പെട്ടു. അതിനിടെ വിഷയം കൂടുതൽ നയതന്ത്ര തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഇറാനും രംഗത്തെത്തി. ബൾഗേറിയയിലെ ബെസ്മർ എയർബേസിൽ അമേരിക്കൻ സൈനിക വിമാനങ്ങൾക്ക് താൽക്കാലികമായി താവളമൊരുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ബൾഗേറിയൻ സർക്കാർ പിന്മാറണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു. ബൾഗേറിയ തങ്ങളുടെ ഭൂപ്രദേശം അമേരിക്കയുടെ സൈനിക അധിനിവേശങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഉപയോഗിക്കാൻ അനുവദിക്കരുതെന്ന് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ പുറത്തുവിട്ട പ്രസ്താവനയിൽ അരാഗ്ചി ഓർമ്മിപ്പിച്ചു. ഇത്തരം നീക്കങ്ങൾ മേഖലയിലെ സമാധാനാന്തരീക്ഷം തകർക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മേഖലയിലെ പരമാധികാര രാജ്യങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തുന്ന സൈനിക നീക്കങ്ങൾക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ കൂട്ടുനിൽക്കരുതെന്നാണ് ഇറാന്റെ നിലപാട്. ബൾഗേറിയൻ മണ്ണിൽ നിന്നുള്ള അമേരിക്കൻ വിമാനങ്ങളുടെ സാന്നിധ്യം യൂറോപ്പിനെ കൂടി സംഘർഷത്തിന്റെ നിഴലിലാക്കുമെന്നും ടെഹ്റാൻ വ്യക്തമാക്കുന്നുണ്ട്. നാറ്റോ അംഗരാജ്യമായ ബൾഗേറിയയിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം ശക്തമാക്കുന്നത് കിഴക്കൻ യൂറോപ്പിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ കൂടി ബാധിക്കുന്നുണ്ട്. റഷ്യൻ അനുകൂല നിലപാടുകളുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങൾ വസിക്കുന്ന ബൾഗേറിയയിൽ അമേരിക്കൻ സൈന്യത്തിന്റെ കടന്നുവരവ് വലിയ രാഷ്ട്രീയ ഭിന്നതയ്ക്കാണ് വഴിവെച്ചത്. ബെസ്മർ എയർബേസ് തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രമാണ്. പശ്ചിമേഷ്യയിലേക്കും കരിങ്കടൽ മേഖലയിലേക്കും അതിവേഗം സൈനിക സഹായങ്ങൾ എത്തിക്കാൻ അമേരിക്കയ്ക്ക് ഈ താവളം വഴിയൊരുക്കുന്നു. വ്യോമമധ്യത്തിൽ വെച്ച് യുദ്ധവിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാവുന്ന ടാങ്കർ വിമാനങ്ങൾ ഇവിടെ വിന്യസിക്കുന്നത് അമേരിക്കയുടെ ദീർഘദൂര ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. എന്നാൽ ബൾഗേറിയൻ ഭരണകൂടം ജനങ്ങളുടെയും അയൽ രാജ്യങ്ങളുടെയും എതിർപ്പ് അവഗണിച്ചാണ് അമേരിക്കയ്ക്ക് താവളമൊരുക്കാൻ അനുമതി നൽകിയതെന്ന ആരോപണവും ശക്തമാണ്. വിദേശ സൈനിക സാന്നിധ്യം തങ്ങളുടെ പരമാധികാരത്തിനു മേലുള്ള കടന്നുകയറ്റമാണെന്ന് പൊതുജനങ്ങളിൽ നല്ലൊരു പങ്കും കരുതുന്നുണ്ട്. കിഴക്കൻ യൂറോപ്പിലെ മറ്റു നാറ്റോ രാജ്യങ്ങളിലും സമാനമായ അസ്വസ്ഥതകൾ പുകയുന്നുണ്ട്. അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങളിൽ തങ്ങളുടെ രാജ്യങ്ങൾ പങ്കാളികളാകുന്നത് വരെ യൂറോപ്യൻ ജനതയ്ക്കിടയിൽ അമർഷം വർദ്ധിച്ചു വരികയാണെന്നാണ് യാംബോളിലെ പ്രതിഷേധം വ്യക്തമാക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധഭീതിയും പ്രതിസന്ധികളും കൂടുതൽ വ്യാപിച്ച് യൂറോപ്യൻ വൻകരയിലേക്ക് എത്തുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ബൾഗേറിയയിൽ സംഭവിക്കുന്നത്. സ്വന്തം സുരക്ഷ അപകടത്തിലാക്കി അമേരിക്കൻ സൈനിക താൽപര്യങ്ങൾ സംരക്ഷിക്കേണ്ടതില്ലെന്ന വികാരം ബൾഗേറിയൻ പൊതുസമൂഹത്തിനുള്ളിൽ ശക്തമാക്കുന്നുണ്ട്. പ്രതിഷേധം ശക്തമായ പശ്ചാത്തലത്തിൽ യാംബോളിലും പരിസര പ്രദേശങ്ങളിലും സൈനിക ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. പ്രതിഷേധക്കാർ എയർബേസിലേക്ക് മാർച്ച് നടത്തുന്നത് തടയാൻ വൻ പോലീസ് സന്നാഹത്തെയാണ് പ്രദേശത്ത് വിന്യസിച്ചത്.
ബൾഗേറിയയിലെ പ്രതിപക്ഷ പാർട്ടികളും അമേരിക്കൻ സൈനിക വിന്യാസത്തിനെതിരെ പരസ്യമായ രംഗത്തെത്തിയിട്ടുണ്ട്. പാർലമെന്റിൽ വിഷയം ഉയർത്തിക്കാട്ടുമെന്നും സർക്കാരിന്റെ വിദേശ നയത്തെ ചോദ്യം ചെയ്യുമെന്നും അവർ വ്യക്തമാക്കി. യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യമായ ബൾഗേറിയയുടെ ഈ സൈനിക നിലപാട് യൂറോപ്യൻ യൂണിയനിലുള്ളിലും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമായേക്കാം. പശ്ചിമേഷ്യൻ വിഷയത്തിൽ യൂറോപ്പ് തികച്ചും സൂക്ഷ്മമായ നിലപാട് സ്വീകരിക്കണമെന്ന വാദം ശക്തമാകുന്നതിനിടെയാണ് ഈ നീക്കം. ഇറാന്റെ മുന്നറിയിപ്പും സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ കടുത്ത പ്രതിഷേധവും ബൾഗേറിയൻ സർക്കാരിനെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അമേരിക്കയുമായുള്ള സൈനിക സഹകരണം തുടരുമോ അതോ ജനവികാരം മാനിച്ച തീരുമാനത്തിൽ മാറ്റം വരുത്തുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. യുദ്ധഭീതി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ ആകാശസീമയും വ്യോമതാവളങ്ങളും വിദേശ ശക്തികൾക്ക് തുറന്നു നൽകുന്നത് അപകടകരമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സംഘർഷം മയവില്ലാതെ തുടർന്നാൽ ബൾഗേറിയ നേരിട്ടുള്ള ആക്രമണ ഭീഷണിയിലായേക്കാം. ഇറാൻ വിദേശകാര്യ മന്ത്രിയുടെ ഇടപെടൽ വിഷയത്തെ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ചർച്ചയാക്കി മാറ്റിയിട്ടുണ്ട്. നയതന്ത്ര തലത്തിൽ ബൾഗേറിയയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ബൾഗേറിയയിലെ ജനങ്ങൾ ഉയർത്തുന്ന ഈ പ്രതിഷേധ ശബ്ദം അമേരിക്കൻ വിദേശ നയത്തിനും കനത്ത തിരിച്ചടിയാണ്. സഖ്യകക്ഷികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാതെ നടത്തുന്ന ഏകപക്ഷീയമായ സൈനിക നീക്കങ്ങൾ ലോകമെമ്പാടും അമേരിക്കയ്ക്കെതിരെയുള്ള പ്രതിഷേധത്തിന് കാരണമാകും. വരുന്ന ദിവസങ്ങളിൽ യാംബോൾ നഗരത്തിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. മറ്റ് പ്രധാന നഗരങ്ങളിലേക്കും അമേരിക്കൻ വിരുദ്ധ റാലികൾ പടരുമെന്ന് വിവിധ പ്രസ്ഥാനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പ്രാദേശിക സമാധാനവും സുരക്ഷയും മുൻനിർത്തി സർക്കാർ എത്രയും വേഗം കൃത്യമായി മറുപടി നൽകണമെന്നാണ് ബൾഗേറിയൻ ജനതയുടെ ആവശ്യം. വിദേശ യുദ്ധവിമാനങ്ങളുടെ സാന്നിധ്യം തങ്ങളുടെ സാധാരണ ജീവിതത്തെ ബാധിക്കുമെന്നും അവർ പറയുന്നുണ്ട്. ലോകം മറ്റൊരു വൻ സംഘർഷത്തിലേക്ക് വഴിമാറുമ്പോൾ യൂറോപ്പിലെ ചെറിയ നഗരങ്ങളിൽ പോലും അതിന്റെ ആഘാതം അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് യാംബോളിൽ നിന്ന് പുറത്തുവരുന്ന ദൃശ്യങ്ങൾ. നയതന്ത്ര പരിഹാരങ്ങളിലൂടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധി പരിഹരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും യൂറോപ്പിനെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കരുതെന്നുമുള്ള ആവശ്യമാണ് ബൾഗേറിയൻ തെരുവുകളിൽ നിന്ന് മുഴങ്ങിക്കേൾക്കുന്നത്.